ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ ഉത്തരം നൽകും, എന്നാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകില്ല. നോക്കൂ, അടിസ്ഥാന വിഷയമാണ്. കണ്ടോ, അടിസ്ഥാന വിഷയമാണ്. പക്ഷെ അവിടെയാ നിങ്ങൾ കത്തിവെച്ചിട്ടുള്ളത്. എന്താ കത്തിവെച്ചത്? ആരാധിച്ചാൽ ഉത്തരം നൽകും, പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകില്ല. ഇയാൾ ഈ വാചകം എന്തിനാ ഘടിപ്പിച്ചെന്നറിയോ? എന്തിനാ ഈ വാചകം ഘടിപ്പിച്ചത്? അതിന്റെ മുറാദ്, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം തന്നെ പറയട്ടെ, കേട്ടോളൂ. സക്കരിയ സ്വലാഹി ആ ടീം ആരാധനയെയും പ്രാർത്ഥനയെയും രണ്ടാക്കി. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടില്ല, ആരാധിച്ചാൽ ഉത്തരം കിട്ടും. കണ്ടോ, എന്തിനാ അങ്ങനെ ആക്കിയത്? അതെ, ആരാധനയും പ്രാർത്ഥനയും രണ്ടാക്കി. ആരാധിച്ചാൽ ഉത്തരം കിട്ടും, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുകയില്ല. ഇതാണ് സക്കരിയ സലാഹി പറഞ്ഞത്. ഒരു മനുഷ്യന്റെ വാചകം ഇട്ടിട്ടാണല്ലോ കളവ് പറയുന്നത്. ഷബാബിൽ വന്നത് ഇല്ല എന്ന് പറഞ്ഞ മനുഷ്യനായത്. പച്ച മലയാളത്തിൽ ഷബാബിൽ വന്നത് ഇല്ല എന്ന് പറഞ്ഞ മനുഷ്യനാ. നിങ്ങൾ കേക്ക്, എന്താണ് ഇത്? പിന്നെ പറഞ്ഞത്, അത് സക്കരിയ സലാഹി പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ ഉത്തരം തരില്ല, ആരാധിച്ചാൽ ഉത്തരം തരും. അപ്പൊ പ്രാർത്ഥന ആരാധന രണ്ടാക്കിയെന്ന. അങ്ങനെ സക്കരിയ സലാഹി പറഞ്ഞ വാചകം ഉണ്ട്. നിങ്ങൾ കാണിക്കാമോ? നിങ്ങൾ കാണിച്ച ക്ലിപ്പിലുണ്ടോ? ഇല്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ പേരിൽ ആരോപണം പറഞ്ഞ മുഴുവൻ മൊല്ലമാരെയും ഞങ്ങൾ വിളിക്കുന്നു. ആ വാചകം കാണിക്ക്. സക്കരിയ സലാഹി പറഞ്ഞത് എന്താ? സക്കരിയ സലാഹി പറഞ്ഞത് കൃത്യമായി നിങ്ങൾ കേട്ടോളൂ. ഒരാൾ പിശാചിനെ പൂജിച്ചാൽ, ആരാധിച്ചാൽ പിശാച് പല നിലക്കുള്ള സഹായം നൽകും. ഉത്തരം നൽകുമെന്നല്ല, അവന്റെ കഴിവിൽപ്പെട്ട സഹായം നൽകും. ഉത്തരം നൽകുമെന്നല്ല, സഹായം നൽകുമെന്ന വാചകത്തെ ഉത്തരം നൽകുമെന്ന വാചകമാക്കി ഈ മനുഷ്യൻ തന്റെ പ്രസംഗത്തിലുടനീളം തിരിമറി നടത്തുന്നുണ്ട്. സക്കരിയ സലാഹി പറഞ്ഞത് സക്കരിയ സലാഹിയുടെ വാചകത്തിൽ തന്നെ നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് അതിന് മറുപടി ഞാൻ പറഞ്ഞു തരാം. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കൈവിൽപ്പെട്ട സഹായം. ജ്യോത്സ്യന്മാര്, മന്ത്രവാദികൾ, പണിക്കന്മാര്, അങ്ങനത്തെ പിശാച് ഇറങ്ങും. പിശാച് അവരെ പല ഉപദേശവും കൊടുക്കും. അവരെ കൊണ്ട് കഴിയുന്ന പല സഹായങ്ങളും ചെയ്തു കൊടുക്കും. കണ്ടോ, ശൈത്താൻ സഹായം ചെയ്തു കൊടുക്കും. ജ്യോത്സ്യന്മാർക്ക്, പിശാചിനെ പൂജിക്കുന്നവർക്ക് അവന്റെ കഴിവിൽപ്പെട്ട പല സഹായം ചെയ്തു കൊടുക്കും. ഇതാണ് സക്കരിയ സലാഹി. അല്ലാതെ പിശാചിനെ ആരാധിക്കുന്നവർക്ക് ഉത്തരം നൽകും, പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നത് പോലെ എന്നല്ല സക്കരിയ സലാഹി പറഞ്ഞത്. കൃത്യമായി അദ്ദേഹത്തിന്റെ വാചകത്തിൽ തന്നെ. ഇത്രയും സമയം ഒരു ശിർക്ക് സ്ഥാപിക്കാനാണ് അനസ് മുസ്ലിയാർ ചെലവാക്കിയത്. അപ്പൊ ഞാൻ കളവ് പറഞ്ഞു എന്ന് അലിമൊല്ലാക്ക കളവ് പറഞ്ഞു. എന്താ കളവ്? ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ ഉത്തരം നൽകും എന്നാണ് സക്കരിയ സലാഹി പറഞ്ഞത്. ഞാൻ ബോധപൂർവം പറഞ്ഞു തന്നെ. പക്ഷെ സക്കരിയയുടെ വാചകം എന്താണ്? ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ സഹായിക്കുമെന്നാണ്. അപ്പൊ അനസ് മുസ്ലിയാരുടെ കണ്ടെത്തൽ, ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ ഉത്തരം നൽകുമെന്ന് പറഞ്ഞാൽ ആ ശിർക്കാവുക, സഹായിക്കുമെന്ന് പറഞ്ഞാൽ എന്തല്ല, ശിർക്കല്ല. ഇയാളല്ലേ സക്കരിയ വിളിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സക്കരിയ വിളിച്ച വിളി യഥാർത്ഥത്തിൽ ഇയാൾക്കാണ് ചേർന്നത്, ഈ അനസ് മുസ്ലിയാർക്ക്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായത്തേട്ടം നടത്തുന്നു. എന്താ? അള്ളാഹിനോട് സഹായത്തേട്ടം നടത്തിയാൽ അള്ള തിരിച്ചു സഹായിക്കും, അല്ലേ? അള്ള സഹായിക്കുമെന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരം ചെയ്യൽ തന്നെ. ബദർ യുദ്ധത്തിൽ അള്ള ഉത്തരം നൽകി പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക്. എങ്ങനെ ഉത്തരം നൽകിയത്? സഹായിച്ചുകൊണ്ട് അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ ഇറങ്ങുന്ന ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ സഹായിക്കും. അപ്പോൾ ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കുമെന്ന വാദം ഉത്തരം ചെയ്യുമെന്ന അതേ ആശയം തന്നെയാ. അഥവാ അത് കൊടിയ ശിർക്ക, ഖുർആൻ അംഗീകരിക്കാത്തതാണ്. സൂറത്തു ഫാത്തിറിലെ 13, 14 വചനങ്ങൾ, അതുപോലെ തന്നെ സൂറത്തു അഹ്കാഫിലെ 5, 6 വചനം, സൂറത്തു ഇസ്രായിലെ 56-ാമത്തെ വചനം, സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്, സൂറത്ത് ഫുർഖാനിലെ 17, 18 വചനങ്ങൾ, സൂറത്തു നഹ്ലിലെ 86-ാമത്തെ വചനം. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ അനവധി സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ എതിർത്ത കാര്യമാണ് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കുമെന്ന വാദം.
അല്ലെങ്കിൽ അവർ ഉത്തരം നൽകുമെന്ന വാദം രണ്ടും ഒരേ ആശയമാണ്. ഇൻ തദഉഹും ലാ